അതെ അപ്പോഴില്ലേ, അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഉലുവ പിഴിഞ്ഞ് കുടിക്കാം എന്നിങ്ങനെ വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഞാൻ എടുക്കേണ്ട ആ സാധനത്തിന് ഒരു തേങ്ങ ഫുള്ളും ഞാൻ എടുത്ത് ചിരണ്ടി എടുത്ത് അതിന് നമുക്ക് ആദ്യം തേങ്ങ അടിച്ച് പാലാക്കി എടുക്കാം. പിന്നെ ഉലുവ വേവിച്ച് റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് തലേ ദിവസം വെള്ളത്തിലിട്ട് രാവിലെ കുക്കറിൽ വേവിച്ച് കഴുകി 2-3 വെള്ളം കഴുകിയ ഉലുവയ്ക്ക് കുറച്ച് കയ്പും കറയൊക്കെ ഉണ്ടാവൂലേ, അതൊക്കെ കളഞ്ഞതാണ് വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാൻ ഉലുവ അടിച്ചെടുത്തിട്ടുണ്ട്. എല്ലാ ഉലുവ അടിച്ചില്ല, എനിക്ക് പാകത്തിന് മാത്രം എടുത്തിട്ട് ഒരു കപ്പ് ഉലുവ ഇത് ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു ചെറിയൊരു കപ്പിനുള്ള ഉലുവയായി. അത് ഞാൻ എൻ്റെ പാകത്തിന് ഫസ്റ്റ് പാല് മാത്രം ഒഴിച്ചടിച്ചെടുത്ത്, രണ്ടാമത്തെ പാല് ഞാൻ ഒഴിച്ചിട്ടില്ല. ഫസ്റ്റ് മാത്രം അടിച്ച് കുറച്ച് ഉലുവയിൽ എടുത്തുള്ളപ്പോൾ അതിന് പാകം എനിക്ക് ഫസ്റ്റ് പാല് തന്നെ പാകമായിരുന്നു. അപ്പോൾ അടിച്ചെടുത്ത്. ഇനി ഉണ്ടാക്കി വരുമ്പോൾ കട്ടിയാവുകയാണെന്നുണ്ടെങ്കിൽ ഈ സെക്കൻഡ് പാൽ ഒഴിച്ച് ഇത് കുറുക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇനി ശർക്കര പാനി കാച്ചിയിട്ട് അതിലോട്ട് പകരാം നമുക്ക്. അപ്പോൾ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. ഇത് അരിച്ചെടുത്ത കാച്ചി ഞാൻ വീണ്ടും അരിച്ചെടുത്ത ശർക്കര പാനിയാണ്. അപ്പോൾ അതിലോട്ട് ഈ ഞാൻ അടിച്ച് വെച്ചിരിക്കുന്ന ഉലുവ പാർന്ന് കൊടുക്കാം. ഇത് നല്ല തിക്നെസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒന്നാം പാലൊഴിച്ച് ഒന്ന് ഇതാക്കണം. അപ്പം ഞാൻ രണ്ടാം പാലിരുന്നതിനെ എടുത്തൊഴിച്ച് ഇതിൽ നേരത്തെ തിക്നെസ് അധികമായത് കാരണം ഞാൻ ആ രണ്ടാം പാലൊഴിച്ച് ഇപ്പോൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇത്ര ഒരു കട്ടിയേ ഉണ്ടാവാൻ പാടുള്ളൂ. നേരത്തെ നല്ല കട്ടിയായിരുന്നു, അപ്പോൾ കുടിക്കുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. ഉലുവ പിഴിഞ്ഞതല്ലേ, അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നാലേ. ഇത് വന്നിട്ട് നമുക്ക് ഇതിനിപ്പം നെല്ല് നമ്മൾ വേവിച്ചൊക്കെ റെഡിയാക്കിയതായത് കാരണം ഒരുപാടൊന്നും അങ്ങോട്ട് തിളയ്ക്കാൻ വിടണ്ട. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇത് നമുക്ക് ചൂട് സമയങ്ങളിലൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വയറിൽ എന്തെങ്കിലും ഗ്യാസിൻ്റെയൊക്കെ അസ്വസ്ഥത ഉള്ള സമയത്ത് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ, വയറ്റിലൊക്കെ എരിച്ചിലൊക്കെ ഉള്ളവർക്കൊക്കെ ഇതിങ്ങനെ ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു ആശ്വാസവും വയറിനൊരു തണുപ്പൊക്കെ തോന്നും. ഞാൻ വെറുതെ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതന്നേ ഉള്ളൂ. എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അത്രയേ ഉള്ളൂ. സ്വന്തമായിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുകയോ സ്വന്തമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് എല്ലാം വിട്ട് വരുന്നത്. അങ്ങനെ എൻ്റെ ഉലുവ പിഴിഞ്ഞത് റെഡിയായി. ഇത്രയും കുടിക്കണം. ഒരാൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പാകത്തിന് ഇത്രയും കുടിക്കണം. ഇത് കുടിക്കുമ്പോൾ തന്നെ വയറ് നിറയും, പക്ഷെ ഇത്രയും കുടിച്ചാലേ അതിന് ഫലം ഉണ്ടാവുള്ളൂ. ബാക്കി ഇത്രയും ഉണ്ട്. അത് ആർക്കെങ്കിലും ഇനി കൊടുക്കാം. ഞാൻ ഇത്രയും കുടിക്കാൻ പോവുകയാണ്. എന്നാൽ പിന്നെ ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ.